ഹായ്. ഇന്ന് ഞാൻ എൻ്റെ നെയിൽസിൽ കുറേ നാൾ കൂടി നെയിൽ പോളിഷ് ഇടാൻ പോവുകയാണേ. അപ്പോൾ വോട്ട് ചെയ്തതിൻ്റെ പാട് ഇപ്പോഴും പോവാത്തതുകൊണ്ട് ആ കളറിന് മാച്ചായിട്ടുള്ള ഒരു നെയിൽ പോളിഷ് ഇടാമെന്ന് വിചാരിച്ചു. ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡാണേ. കുറേ നാളായി നഖം ഇങ്ങനെ നീട്ടി വളർത്തിയിട്ടുണ്ടെങ്കിലും നെയിൽ പോളിഷ് ഇടാറില്ല. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്താ നെയിൽസ് എന്താ ഒരു വൃത്തിയില്ലല്ലോ അങ്ങനെയൊക്കെ. വൃത്തിയില്ല എന്നല്ല, ആക്ച്വലി ഇങ്ങനെ ഇത്രയും നീട്ടി വളർത്തിക്കൊണ്ട് കാണുമ്പോൾ തോന്നാനാണ് നെയിൽ പോളിഷ് ഇടുമ്പോൾ ചിലപ്പോൾ അത് അറിയില്ലായിരിക്കും. ഞാനൊരു 7ാം ക്ലാസ് പഠിക്കുന്ന ടൈം തൊട്ടാണ് കേട്ടോ നഖം ഇങ്ങനെ വളർത്താനൊക്കെ തുടങ്ങി. അതുവരെ ഞാൻ എപ്പോഴും നഖം കടിച്ച് അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ ഞാൻ നല്ലപോലെ കൺട്രോൾ ചെയ്തിട്ടാണ് നഖം വളർത്താൻ തുടങ്ങിയത്. പിന്നെ ഞാൻ രണ്ട് കയ്യിലും ഒരേപോലെ നഖം വളർത്താനും നെയിൽ പോളിഷ് ഇടാനും തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരു കാരണവശാൽ ഇത് പറ്റാത്തൊരു ടൈമായിരുന്നു. എപ്പോഴും PT ടീച്ചേഴ്സിൻ്റെ നിന്ന് നല്ല അടിയൊക്കെ കൊണ്ടിട്ടുണ്ട് നെയിൽസ് കട്ട് ചെയ്യാത്തതിന്. എന്നിട്ട് നിർത്തി കട്ട് ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂളിൽ ഗ്രൗണ്ടിലൊക്കെ പിടിച്ച് നിർത്തിയിട്ട് എൻ്റെ ടീച്ചേഴ്സിനൊക്കെ എന്നെപ്പറ്റി പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ നെയിൽസും ഇങ്ങനെ ഫാഷൻ കാണിച്ച് നടക്കുന്നതും അതൊക്കെ പറയാൻ കുറേ ഉണ്ടാവും. +1 +2 ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയി, നമുക്ക് നഖമൊക്കെ വളർത്താം, കുറച്ചുകൂടി ഫ്രീഡം ആയി. പിന്നെ കളർഫുൾ നെയിൽ പോളിഷ് ഭയങ്കര കളേഴ്സൊക്കെ ഇടുമ്പോൾ ചില ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ചോദിക്കും, ഈ കളേഴ്സൊക്കെ നമുക്ക് വേണോ, നമ്മുടെ പ്രൊഫഷൻ അത് ചേരില്ല അങ്ങനെയൊക്കെ. അതായത് ബയോമാത്സ് ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെരിമെൻറ്റ്സും അങ്ങനെയൊക്കെ ലാബിലൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ നഖം അങ്ങനെ വളർത്തരുത് എന്നൊക്കെ പറയും. അപ്പോൾ ചില സമയത്തൊക്കെ അവർ അങ്ങനെ പറയുമ്പോൾ ഒന്ന് കട്ട് ചെയ്യും. പക്ഷേ പിന്നെയും എനിക്കങ്ങോട്ട് പറ്റില്ല. നഖം വളർത്തി ആ ഒരു ശീലം തുടങ്ങി പിന്നെ എനിക്കെപ്പോഴും വളർത്തണം, നല്ല ഭംഗിയിൽ നെയിൽ പോളിഷൊക്കെ ഇടണം, അങ്ങനത്തെ ഒരു ഇതാണ്. ഒരിക്കൽ സ്കൂളിൽ നിങ്ങൾക്ക് ആരാവാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ പൊതുവെ എല്ലാവരും ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയൊക്കെ പറയുമല്ലോ. ആ കൂട്ടത്തിൽ ഞാനും ഡോക്ടർ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുമായിരുന്നു, നീ വല്ല നെയിൽ പോളിഷ് കമ്പനിയിൽ ജോലി നോക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. പിന്നെ മെഡിക്കൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിനുശേഷവും പലപ്പോഴും നമ്മൾ എക്സാം ടൈമിലും പ്രാക്ടിക്കൽ അങ്ങനെ ചില ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ എപ്പോഴും നഖം വെട്ടേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് കിട്ടുന്ന അവസരത്തിലൊക്കെ ഞാൻ നല്ലപോലെ നഖം വളർത്തുകയും നെയിൽ പോളിഷ് അടിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ ഫാമിലിയിലായാലും എല്ലാവരും എപ്പോഴും പറയും ഈ നഖത്തിൻ്റെ കാര്യം, ഡോക്ടറാണ് എന്നിട്ട് നഖം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കളിയാക്കട്ടെ എപ്പോഴും. നമ്മുടെ ഓരോരോ ഇഷ്ടങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ ഞാൻ 2 കൈയിലും കാലിലും 2 കോട്ട് നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞിട്ടോ. എൻ്റെ കാലിൽ ചെറിയ കുറച്ച് സ്കാറൊക്കെ ഉണ്ട്, ഒരു ആക്സിഡൻ്റ് ആയിട്ട്. അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്.